ിലും ചില സൂചനകളുണ്ട്. ഈ ഒരു കേസിൻ്റെ സ്വഭാവം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇങ്ങനെയുള്ള പ്രതികൾ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഇതിൽ ആനന്ദം കണ്ടെത്തുന്നവർ ഉണ്ടാവുന്നത്? ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ അറിയുന്നത് പുതുമയൊന്നുമല്ലല്ലോ. കാരണം ആഭിചാര ക്രിയകൾക്ക് വേണ്ടി ആൾക്കാരെ കൊല്ലുന്നുണ്ട്, കൊടും ക്രൂരകൃത്യം നടത്തുന്ന കുറ്റവാളികളുണ്ട്. എന്തിനധികം നിയമ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എത്ര ക്രൂരമായിട്ടാണ് തങ്ങളുടെ മുന്നിൽ എത്തുന്ന നിരപരാധികളോ കുറ്റവാളികളല്ലാത്തവരോ ആയ ആൾക്കാരെ ശാരീരികമായും മാനസികമായും നിയമപരമായും പീഡിപ്പിക്കുന്നതിന്റെ എത്രത്തോളം ദൃശ്യങ്ങൾ നമ്മൾ കാണുകയും കേരളം അതൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം മാനസിക വൈകല്യമുള്ള, മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്. ഇവരിൽ നിന്നുമൊക്കെ അറിഞ്ഞ് രക്ഷപ്പെടുക, മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇത്തരത്തിൽ വ്യക്തിത്വ വൈകല്യമുള്ളവരാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം അഥവാ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വൈകല്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരെ എത്ര ക്രൂരമായും പീഡിപ്പിക്കാൻ സാധിക്കും. അതായത് ഈ ചോര പൊടിയുന്നത് കണ്ടാലോ മറ്റുള്ളവർക്ക് അതിക്രൂരമായി അവരെ വേദനിപ്പിക്കുമ്പോഴോ ഒക്കെ യഥാർത്ഥത്തിൽ ഇവർക്കൊരു ആനന്ദം ഉണ്ടാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോകപ്രശസ്തമായ പല പഠനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചില സെക്ഷൽ ഒഫൻഡേഴ്സ് ഉണ്ട്. അതായത് ലൈംഗികമായി അതിജീവിതകളെ, ഇരകളെ പീഡിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരെ ഈ പീഡിപ്പിക്കുമ്പോൾ ആ പീഡനത്തിന്റെ പരകോടിയിലാണ് അവർക്ക് ലൈംഗികമായ ഉത്തേജനം കിട്ടുന്നത്. എത്തരത്തിലുള്ള മനോവൈകൃതമുള്ള ആൾക്കാർ വരെയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അതോടൊപ്പം ഇവരുടെ ഒരു പ്ലാനിങ്ങും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവാദികളും ഒക്കെ ഇവരുടെ വലയിൽ ചെന്നങ്ങ് വീണുപോകും. ഇതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോ യുവജനങ്ങളുടെ ഇടയിലൊക്കെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാർ. ഇത്തരത്തിലുള്ള പലവിധ മനോവൈകല്യങ്ങളുള്ളവരാണ്. ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പോയ ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെ എന്ത് ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയാണ് നടന്ന് കഴിഞ്ഞു പോകുന്നതെന്ന്. ഇവരിൽ നിന്ന് ഓടി ഒളിക്കാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർ ഉടനെ ഒരു കെയറിംഗ് ആറ്റിറ്റ്യൂഡ് പുറത്തെടുക്കുകയും അത് തങ്ങളുടെ സ്നേഹത്തിന്റെ മറ്റൊരു ഭാവമാണെന്ന് പറയുകയും വീണ്ടും അവരെ അടിമത്തത്തിന്റെ ചങ്ങലകളിലേക്ക് തളച്ചിടുകയും ചെയ്യുന്നതായ ധാരാളം സംഭവങ്ങൾ വ്യക്തിപരമായി ആൾക്കാരുടെ ഹിസ്റ്ററി കേട്ട് കഴിയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് എങ്ങനെ ഇത്തരം ആൾക്കാരെ തിരിച്ചറിയാമെന്നുള്ളത് പൊതുവായ അവരുടെ പെരുമാറ്റ രീതികളിൽ നിന്നും മറ്റും തിരിച്ചറിയാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ആൾക്കാരുമായുള്ള വ്യക്തിബന്ധങ്ങളിൽ നമ്മുടെ ഒരു റിസ്ക് അസസ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ റിസ്ക് പ്രൊഫൈലിംഗ് എന്ന് പറയും. അതിന് ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു റോഡിൽ നിൽക്കുകയാണ്, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ, നമുക്ക് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള പച്ച ലൈറ്റ് കണ്ടാൽ തന്നെ, എന്തിന് വാഹനങ്ങൾക്ക് പോകാനുള്ള പച്ച ലൈറ്റ് കത്തിയാൽ തന്നെ അതിന്റെ ഇടയിലേക്ക് ചാടി വീഴുന്ന വാഹനങ്ങളും ജനങ്ങളും ഒക്കെ ഉള്ള നാടാണിത്. അപ്പോ അങ്ങനെ റെഡ് സിഗ്നൽ മാറി ഗ്രീൻ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് രണ്ട് വശത്തെയും നോക്കി വാഹനങ്ങൾ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാവൂ എന്ന് പറയുന്നത് പോലെ ആൾക്കാരുടെ ബന്ധങ്ങളിൽ ആൾക്കാരുമായിട്ടുള്ള പഴകുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതിനുവേണ്ട പരിശീലനങ്ങളും മറ്റുമൊക്കെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അറിയുകയും ഇത്തരം ആൾക്കാരിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറി നിൽക്കുകയും, ഇനി അഥവാ നിർഭാഗ്യവശാൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ, നമുക്കത് പണ്ട് നാട്ടിലൊക്കെ പറയുമല്ലോ, ചക്കയാണെങ്കിലല്ലേ നമുക്ക് ചൂടിനെടുക്കാൻ സാധിക്കും എന്നുള്ളത് പോലെ ഒരു മനുഷ്യന്റെ കൃത്യമായ സ്വഭാവം ചുരുങ്ങിയ കാലയളവിലൊന്നും ചൂടിനെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ഒട്ടും നാണിക്കാതെ, ഒട്ടും മറയ്ക്കാതെ കൃത്യമായ നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുകയും ഇത്തരം ആൾക്കാരെ നിയമത്തിന് വിട്ടുകൊടുക്കുകയും വേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഇതിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ചെറിയ പരിവർത്തനവും മറ്റും ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. നാം ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. നിയമ സംവിധാനം ഇവർക്കുള്ള തുടർ ശിക്ഷയും മറ്റും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം എന്നതിനപ്പുറം ഒരു പരിധിവരെയെങ്കിലും ഉള്ളൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, ഈ നമ്മൾ പലപ്പോഴും ഹണി ട്രാപ്പ് കേസുകൾ അറിയാം, ഇവർക്ക് ലക്ഷ്യം പണം തട്ടിയെടുക്കുക, അങ്ങനെ ചില ലക്ഷ്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റു ചില വെല്ലുവിളികൾ. പക്ഷേ ശരീരഭാഗങ്ങളിൽ ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഇതൊരു മനോവൈകല്യത്തിന്റെ ഭാഗം തന്നെയാണ്, അങ്ങനെ കരുതണം അല്ലേ? അല്ല, ഇതിപ്പോ നോക്കൂ, ഇത് എന്ത് കുറ്റകൃത്യം നടത്തിയാലും അവരുടെ വ്യക്തിത്വം അതിൽ പ്രതിഫലിക്കുമല്ലോ. ഇപ്പൊ സാധാരണ കുറ്റകൃത്യം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു മനോവൈകല്യത്തിന്റെ ഭാഗമാണ്. ഇനി ഈ ചർച്ച കേൾക്കുമ്പോൾ മറ്റേ പലരും വിചാരിക്കുമായിരിക്കും, മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ വന്നിരുന്ന് ഇത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അത് തെറ്റാണ്. കാരണം മാനസിക രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കുറ്റവാളിയെ വെറുതെ വിടത്തൊന്നുമല്ല. അതിലും വ്യക്തിത്വ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാതെ വിടത്തൊന്നുമില്ല. അത് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം, ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും അതിൽ ആളിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു കയ്യൊപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള മനോവൈകല്യമുള്ള, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മനോവൈകല്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറ്റകൃത്യത്തിലും അത് ഉണ്ടാകും. അവരുടെ ഹാൻഡ് മാർക്ക്, അവരുടെ സിഗ്നേച്ചർ അവരതിൽ
പതിപ്പിച്ചിരിക്കും. അതാ കാണുന്നത്. ഇത് തന്നെയാണ് പലപ്പോഴും കേരളം ചർച്ച ചെയ്തിരിക്കുന്ന ഏറ്റവും കൊടും കുറ്റവാളി. റെയിൽവേ ട്രാക്കിൽ വീണ പെൺകുട്ടിയുടെ തല പിടിച്ച് റെയിൽവേ ട്രാക്കിൽ അടിച്ച് അവളെ ബോധം നശിപ്പിച്ചതിന് ശേഷം അവളെ ലൈംഗികമായി ഉപദ്രവിക്കുമ്പോഴും അല്ലെങ്കിൽ അടിവയറ്റിൽ കത്തി കുത്തി ഇറക്കിയതിനു ശേഷം തിരിച്ച് വലിച്ചെടുക്കുമ്പോഴുള്ള അപ്പോഴതിന് സന്തോഷമാണെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തിന് നമ്മൾ പണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിർഭയ കേസിൽ ഉൾപ്പെടെ ആ പെൺകുട്ടി ഏറ്റവും അതിക്രൂരമായി ഉപദ്രവിച്ചിരുന്നത് 18 വയസ്സാവാത്ത ഒരു കൗമാരക്കാരനായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മനോവൈകൃതമുള്ളവരുണ്ട്. ഇത് മനോവൈകൃതം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ശിക്ഷയിൽ നിന്ന് വന്ന് വിടുതൽ ചെയ്യുമെന്നൊന്നുമില്ല. അവരുടെ റിഫോർമേഷനാണ് ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ റിഫോർമേഷൻ ഉണ്ടായില്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവരെയും അവരിൽ നിന്ന് സമൂഹത്തെയും മാറ്റി നിർത്തേണ്ടതുണ്ട്. അതിന് ശിക്ഷാ കാലാവധി എത്രയെങ്കിലും വർഷത്തേക്ക് കൂട്ടുക, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റോ മറ്റോ, അത് സംവിധാനങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇവർ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തേണ്ടത് തന്നെ. വളരെ നന്ദി ഡോക്ടർ മോഹൻ റോയ് പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ മനോവൈകല്യം തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നതാണ് അതിൻ്റെ ചുരുക്കം. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശിനാരായണൻ, പോലീസിൻ്റെ FIR-ൽ ആ ക്രൂരത കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് ചില പരാമർശങ്ങളൊന്നും നമുക്ക് പ്രേക്ഷകരെ നേരിട്ട് കേൾപ്പിക്കാൻ പോലും വയ്യാത്ത തരത്തിലുള്ള ചില പരാമർശങ്ങൾ പോലും അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത് റാന്നി സ്വദേശിയുടെ പരാതിയിലാണോ അതല്ലെങ്കിൽ ആലപ്പുഴ സ്വദേശിയുടെ കേസിലാണോ? രണ്ട് കേസിലും സമാനമായ സംഭവം തന്നെയാണോ ഉണ്ടായിരിക്കുന്നത്? സജിത്ത്, രണ്ട് കേസും പോലീസ് രജിസ്റ്റർ രണ്ടായിട്ടാണ്, 2 FIR ആയിട്ടാണ്. കൃത്യമായി 2 പേർക്കും അതിലെ കേസുകളുണ്ട്. ആദ്യം ഈ റാന്നി സ്വദേശി സെപ്റ്റംബർ 1 നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അഡ്മിറ്റ് ആയതിനു ശേഷമാണ് കേസിലേക്ക് പോകുന്നത്. അതിന്റെ വിശദമായ അന്വേഷണത്തിലാണ് ഈ ആലപ്പുഴ സ്വദേശിയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ 2 കേസും പോലീസ് എടുത്തിട്ടുണ്ട്. ഏതായാലും 2 പേരുടെ മൊഴികളും ഈ സമാനമായ രീതിയിൽ ഈ റാന്നി സ്വദേശി പറയുന്നതിന് സമാനമായി തന്നെയാണ് ആലപ്പുഴ സ്വദേശി പറഞ്ഞത്. 2 പേർക്കും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടതായി വന്നു. അത് ഈ സൈക്കോ മനോഭാവമുള്ള പ്രതികൾ എന്നാണ് പോലീസ് ഒറ്റ വാക്കിൽ പറയുന്നത്. ഇവരുടെ മാനസികമായി അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ ഇവരെ മർദ്ദിക്കില്ല എന്നുള്ളതാണ്. റാന്നി സ്വദേശിയുടെ സുഹൃത്താണ് ജയേഷ്. അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഓണത്തിന് വിളിച്ചുകൊണ്ടാണ് ഈ റാന്നി സ്വദേശി അവിടെ ചെല്ലുന്നത്. അങ്ങനെയാണ് വീട്ടിൽ ചെന്ന് സംസാരിച്ചിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത്തരത്തിലാണ് കേസുള്ളത്. യെസ്, ഡോക്ടർ സുബ്രത് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, ഈ വിഷയത്തിൽ ഈ പ്രതികളുടെ ഒരു മനോനില അത് വളരെ അപൂർവം എന്ന് തോന്നുന്നു. കാരണം പോലീസിൻ്റെ FIR തന്നെ ഈ കേസിൻ്റെ സ്വഭാവവും അവരുടെ ക്രൂരതയും വിവരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നമുക്ക് ഇത്തരം അനുഭവങ്ങളുണ്ടോ? കാരണം ഈ ഹണി ട്രാപ്പ് കേസുകളിലും മറ്റും പണം തട്ടിച്ചെടുക്കുക, അങ്ങനെ ചില ലക്ഷ്യങ്ങളാണുള്ളത്. പക്ഷേ ഇവിടെ ഈ പ്രതികൾ ഈ കുടുക്കിയവരെ ക്രൂരമായി അവരെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തി എന്നതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം വ്യക്തമാവുന്ന കാര്യം. എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ സമൂഹത്തിലുണ്ടോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മൾക്ക് അതിന്റെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ്, അതുപോലെ തന്നെ ഈ ഒരു ക്ലയൻസുമായിട്ടൊരു 1-to-1 ഇന്ററാക്ഷൻ ഒക്കെ സാധ്യമായെങ്കിൽ മാത്രമാണ് ഈ ഒരു വ്യക്തികളിൽ അല്ലെങ്കിൽ ഈ കപ്പിൾസിനിടയിൽ, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും അവർക്ക് വൈകൃതങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു ജനറൽ രീതിയിൽ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾക്കിടയിൽ സമൂഹത്തിൽ ഇതുപോലെ ഈ ഒരു മാനസിക വൈകൃതങ്ങളുള്ള ആളുകളുണ്ട്, പെരുമാറ്റ വൈകൃതങ്ങളുള്ള ആളുകളുള്ളതായിട്ട് പല കേസുകളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയതുകൊണ്ട്, അതേപോലെ തന്നെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾക്ക് ആളുകളുടെ സ്വഭാവത്തിൽ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലും പല അവസ്ഥകളിലും അവരിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു കാടത്തം, അവരിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു മനുഷ്യത്വരഹിതമായ ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള പല പ്രവൃത്തികളും നമ്മൾക്ക് ശ്രദ്ധയപ്പെടാറുണ്ട്. പക്ഷേ നമ്മളൊരു പെരിഫറൽ ലെവലിൽ ഇവരെല്ലാവരും ഒരുപോലെ ആയിരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അതായത് ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരാള്, അതേപോലെ തന്നെ ഒരു ഇതുപോലെ വൈകൃതങ്ങളുള്ള ഒരാളെ ഒരു പെരിഫറൽ ലെവലിൽ നമ്മൾക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരോട് അടുത്ത് വരുന്ന സമയത്ത്, അവരോട് കുറച്ചും കൂടെ ചേർന്ന് പെരുമാറുന്ന സമയത്തായിരിക്കും, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആവുമ്പോഴും ചേർന്ന് വരുമ്പോൾ, അവരോട് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന സമയത്താണ് അവരുടെ പെരുമാറ്റത്തില്, അവരുടെ സ്വഭാവത്തില്, അവരുടെ വ്യക്തിത്വത്തിലൊക്കെയുള്ള ഇതുപോലെയുള്ള ഒരു ഡിസ്പാരിറ്റി, ഒരു വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവര് ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും അവരുടെ അടുത്ത് ഉണ്ടാവുക. അത് ചിലപ്പോൾ ഭയങ്കര ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള, ഇതിപ്പോ ഏറ്റവും
റീസെന്റ് ആയിട്ട് നടന്ന ഇതുപോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരിക്കലും ഒരു മനുഷ്യന് സാധൂകരിക്കാൻ പറ്റാത്ത, നമ്മൾക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂവൽ ആയിട്ടുള്ള പല ബിഹേവിയർ പാറ്റേണും അവരുടെ അടുത്തുനിന്ന് വരാൻ ചാൻസുകളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാള് എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ വൈകൃതങ്ങളുള്ള ഒരാളാണോ എന്ന് പെരിഫറൽ ലെവലിൽ അസസ് ചെയ്യാനുള്ള ടൂളുകളൊന്നും നമ്മൾക്കിപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ തരത്തിൽ ഈ